ആരാന്ന് അറിയണമെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കണം. ഏത് സൈഡിലേക്ക്? ഈ സൈഡിലേക്ക്. അപ്പൊ ഒരാൾ അവിടെ ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നിരിപ്പുണ്ട്. നമ്മുടെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് നമ്മൾ ഓർക്കുന്നില്ലേ ഒരു പാട്ട് പാടിയിട്ട് പിന്നെ ശ്രാവണ ചന്ദ്രിക. എന്തോരം ഫാൻസ് ആണോ കുഞ്ഞിന്. കുഞ്ഞിനെയാണ് ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നത്. ചേച്ചി വേണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞ തല്ലൂലേ. അപ്പൊ നമ്മുടെ പാർവണ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം പാർവണ ഓൺ സ്റ്റേജ്. ചേച്ചിയുടെ അനിയത്തിയുടെ നെറ്റിയിലെ ചന്ദനക്കുറിയോ ഭസ്മക്കുറിയോ എന്താ അത്? രണ്ടുപേരും ഒരുമിച്ചിട്ടാ. അതെ, ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു. റീസെന്റ് ആയിട്ട് വഴക്കൊക്കെ കൂടിയോ? പിന്നെ എന്താ ഒരു ദിവസം പോലും ഒഴിവില്ല? റെസ്റ്റ് കൊടുക്കാറില്ല അങ്ങനെ. നമ്മളെ ഇതിനകത്തൊക്കെ ചോദിക്കുന്ന പോലെ ഒരു ദിവസം പോലും റെസ്റ്റ് കിട്ടാത്ത ഒരു കാര്യം എന്താണ്? വഴക്ക്. പാർവണയും കുണ്ടുവിനും തമ്മിലുള്ള വഴക്ക്. ഒരിക്കൽ പോലും പക്ഷെ കൊച്ചു ജയിക്കാറില്ല അല്ലെ പാർവണ? വിട്ടുകൊടുക്കും. ചേച്ചി ആയതുകൊണ്ട് തോറ്റു കൊടുക്കണമെന്ന്. ഓക്കെ, ഒരു പക്വത അല്ലേ മനസ്സിന്റെ. മോളെ ഏത് പാട്ടാ പാടുന്നത്? ആദ്യമായി കണ്ടെന്നാൾ പാതി വിരിഞ്ഞു നിൽക്കുമ്പോൾ. സൂപ്പർ സോങ്. അതെ. ജോൺ സേട്ടൻ, അതുപോലെ തന്നെ കൈതപ്രം ദാസേട്ടൻ, ചിത്ര ചേച്ചി. അപ്പൊ ഇനിയിപ്പോ ബാക്കി പറഞ്ഞാൽ 1996 മൂവി തൂവൽ കൊട്ടാരം. അപ്പൊ പിന്നെ തുടങ്ങിയ കളയാം. റെഡിയല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തുടങ്ങിക്കോളൂ. കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം. കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം
കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ, പ്രിയ സഖി. വെരി ഗുഡ് വെരി ഗുഡ്. So today we are giving you 97 out of 100. ആയിരം പ്രേമാർദ്ര കാവ്യങ്ങളിൽ ആദ്യ ഒരു തൂവൽ കൊട്ടാരപ്പൂ കിട്ടി. പിന്നെ ഇന്ന് എൻ്റെ പാട്ട് കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ശ്രീകുമാർ മാമനും പ്രിയാൻറ്റിയും പിന്നെ പാട്ടൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൻറ്റിമാരും ഒക്കെ വന്നിട്ടുണ്ട്. പ്രിയാൻറ്റിയും ശ്രീകുമാർ മാമനും നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് ഹൽവ കൊണ്ടുവന്നിട്ടുണ്ട്. അതാ ആദ്യം പറയണ്ടായിരുന്നു. ബിന്നിയാണ്ടി ഹാപ്പിയായി. അങ്കിളുടെ പേര് ഞാൻ ശ്രീകുമാർ. MG അങ്കിളെ, അതാ വേറൊരു ശ്രീകുമാർ. ചേട്ടന്റെ ശ്രീകുമാർ ജീവരൊന്ന് ഫുൾ പെന്നയും. ആഹാ BSNL ജോലി ചെയ്തിരുന്നായിരുന്നു. അടുത്തൂൺ പറ്റി കുറച്ചു കാലമായി. ആഹാ. പാർവണക്കുട്ടി ഞങ്ങളെ നാടിന്റെ അഭിമാനാണ്. കോഴിക്കോടിന്റെ മാത്രമല്ല നരിക്കുനി എന്ന ഗ്രാമത്തിന്റെ കൂടെ അഭിമാനാണ്. പിന്നെ അതുപോലെ തന്നെ പാർവണക്കുട്ടിയുടെ ഗുണ്ടബിനു, അത് ഇവിടുന്ന് കിട്ടിയ പേരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, അതെ, ഇവിടുന്ന് നമ്മള് കിട്ടിയ കൊടുത്ത പേരാണ്. പേരാണ്. ഓരോ എപ്പിസോഡും ശ്രദ്ധാപൂർവം കേൾക്കുന്ന ആളുകളാണ് ഞങ്ങള്. ചുരുക്കം 1-2 മിസ്സായി പോയിട്ടുണ്ടാവും സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളെ കൊണ്ടു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും കാണണം. പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സപ്പോർട്ട് ഓ. ചെയ്യാ എല്ലാരും. ഞങ്ങള് ഒരു ചെറിയൊരു ഉപഹാരം പാർവണക്കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ. അത് വിതരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കണം. ആയിരം പ്രേമാർദ്ര കാവ്യങ്ങളെന്തിനു പൊന്മയിൽ പീലിയാലെഴുതി നീ. ആയിരം പ്രേമാർദ്ര കൂടാതെ ഗുണ്ടബിനുവിനും ഒരു ഉപഹാരം ഞങ്ങൾ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇത് ഗുണ്ടബിനുവിന് അവളുടെ പാട്ട് കേട്ടിട്ടും കളിച്ചിരിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ആളെ കാണാൻ വേണ്ടി വന്ന പാറയുടെ പാട്ട് കേൾക്കാറുണ്ട്. ഇവളുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് നല്ല സന്തോഷമായി. അപ്പൊ ഞാൻ കാണാൻ വന്നതാണ്. ഓക്കെ, മേടിച്ചോ? ഇത് വാങ്ങിച്ചു. എനിക്കൊരു 2 വരി പാടണമെന്നുണ്ട്. പാടിക്കോളൂ പാടിക്കോളൂ. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ ചമതമുറിക്കും കൈവിരലുകളാൽ ഹൃദയ തമ്പുരോ എങ്ങനെ മീട്ടും പ്രണവം ചൊല്ലും ചുണ്ടുകളാൽ ഞാൻ പ്രേമകാകളി എങ്ങനെ പാടും നാദാ നാദാ നീ എവിടെ. താങ്ക് യു. കൊള്ളാട്ടോ. വെരി നൈസ് വെരി നൈസ്. നന്നായിട്ട് പാടി കേട്ടോ. എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. പാട്ട് പഠിക്കുന്നുണ്ടോ? പണ്ട് പഠിച്ചിരുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് പാടാറുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ബെസ്റ്റ് വിഷസ്. സന്തോഷം. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ